തകർന്നു കരയും ഇന്നിത്തലോടെ ഈശോ എന്നോടു ചൊല്ലി. തകർന്നു കരയും ഇന്നിത്തലോടെ ഈശോ എന്നോടു ചൊല്ലി. ഹൃദയം തകർന്നു കരയും മകനേ, നിനക്കെൻ കൃപ മതി. ഹൃദയം തകർന്നു കരയും മകളേ, നിനക്കെൻ കൃപ മതി. നിനക്കെൻ കൃപ മതി. തകർന്നു കരയും ഇന്നിത്തലോടെ ഈശോ എന്നോടു ചൊല്ലി. ഈശോനാഥാ, നീ ദൈവം. ഈശോനാഥാ, നീ ആശ്രയം. ഈശോനാഥാ, നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട മകളെ, നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ പൂർവികർ, നമ്മുടെ ഉപകാരികൾ, ആരോരുമില്ലാത്തവർ, സമർപ്പിതർ, വൈദികർ, കുഞ്ഞി പൈതങ്ങൾ, അബോഷനായിട്ട് മരിച്ചു പോയിട്ടുള്ളവർ, യേശുവിനെ അറിയാത്തവർ, പെടും മരണത്തിൽ മരിച്ചു പോയിട്ടുള്ളവർ, വിഷമടിച്ച് മരിച്ചു പോയിട്ടുള്ളവർ, കൊലപാതകത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുള്ളവർ, എത്രയോ എത്രയോ ദുഃഖ കഥകൾ, എത്രയോ എത്രയോ കണ്ണുനീരിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു അല്ലേ? ശുദ്ധീകരണ സ്ഥലം. മനുഷ്യൻ്റെ അന്ത്യം 4 എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്: മരണം, വിധി, സ്വർഗം, നരകം. ഇവയ്ക്ക് പുറമേ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നുണ്ട്. ഗൗരവമായ പാപം ചെയ്തിട്ടില്ലാതെ, പാപപരിഹാരം ചെയ്യാതെ, താൽക്കാലികമായ വിശുദ്ധീകരണത്തിനായി പൊതുവിധി വരെ ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്ത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ലഘു പാപങ്ങളോടെ മരിച്ചു പോകുന്നവർ, പാപപരിഹാരം ചെയ്യാതെ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു പോകുന്നവർ ശുദ്ധീകരിക്കാനായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തയ്യാറാക്കാനും പക്വതപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു അനുഭവമാണത്. രാജാതിരാജനായ യേശുവിൻ്റെ കൊട്ടാരത്തിലേക്ക്, പറുദീസായിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ വൃത്തികെട്ട വസ്ത്രം
അലക്കുമുറിയിലിട്ട് കഴുകി കുളിച്ചൊരുങ്ങി തയ്യാറെടുക്കുന്നത് പോലെയാണത്. വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നു, മാരകമായ പാപം പൊറുക്കപ്പെട്ടുവെങ്കിലും പാപങ്ങളുടെ കടം നിലനിൽക്കുന്നു. അച്ഛൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മാരകമായ പാപങ്ങൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പൊറുക്കപ്പെട്ടുവെങ്കിലും പാപങ്ങളുടെ കടം നിലനിൽക്കുന്നുണ്ട്. ഈ കടങ്ങളുടെ മോചനത്തിനായി ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഓരോ ആത്മാവും അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപപ്പൊറുതി കിട്ടിയെങ്കിലും ആവശ്യത്തിനുള്ള പാപപരിഹാരം ചെയ്തിട്ടില്ല എന്ന്. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനോ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുവാനോ സാധ്യമല്ല. വിശുദ്ധയായ കാതറിൻ പറയുന്നു, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ ഒരു കൂടാരമാണ്. പാപമെന്ന തുരുമ്പ് സ്വർഗീയ ആനന്ദത്തിന് തടസ്സമാണ്. ദൈവത്തെ കാണാനും അനുഭവിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത അവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ മണവാട്ടിയുമായ തിരുസഭയ്ക്ക് 3 ശാഖകളുണ്ട്. 3 ശാഖകൾ. 1 വിജയസഭ, 2 സഹനസഭ, 3 സമരസഭ. ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ വിജയ ആഘോഷം ആഘോഷിക്കുന്നവരാണ് വിജയസഭയിൽപ്പെട്ടവർ. ശുദ്ധീകരണം എന്ന സ്ഥലത്ത് പ്രായശ്ചിത്ത പ്രവർത്തികൾ, സഹനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് സഹനസഭ എന്ന് പറയുന്നത്. ഭൂമിയിൽ ലോകം, പിശാച്, ശരീരം, ഈ 3 ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വരുന്നവരാണ് സമരസഭയിലുള്ളവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ 3 കൂട്ടരും സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി ഇതുവരെ സഹോദര സഹോദരി നീ എന്ത് ചെയ്തിട്ടുണ്ട്? പിതൃവാത്സല്യം നൽകി, മാതൃവാത്സല്യം നൽകി, നിന്നെ വളർത്തിയ മാതാപിതാക്കന്മാർ മരിച്ചു പോയിട്ട് ഒരു 7 ഒരു 41 ഒരു സാർത്ഥം കൊണ്ട് കഴിഞ്ഞോ? പിതൃവാത്സല്യം മാതൃവാത്സല്യം നൽകി വളർത്തിയ മാതാപിതാക്കന്മാർ, സംരക്ഷണത്തിൻ്റെ കരവലയത്തിൽ നമ്മെ കാത്തു സൂക്ഷിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാർ സൗഹൃദത്തിൻ്റെ ഞെട്ടറ്റുപോയി കൂടൊഴിഞ്ഞതുപോലെ കൂട്ടുകാർ കടന്നുപോയിട്ട് അന്ന് കരഞ്ഞ് ആ ശവമഞ്ചത്തിന് പിന്നാലെ പോയതല്ലാതെ അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? നമ്മോട് ചോദിക്കുന്നുണ്ട്, ദൈവം ചോദിക്കുന്നുണ്ട്, നമ്മുടെ മനസാക്ഷി ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്ന് പറയട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ചെയ്യാവുന്ന ഭക്തിസാന്ദ്രവും ഫലപ്രദവുമായ സുഹൃതങ്ങളിൽ ഏറ്റവും വലുതാണ് മരണം മൂലം വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സുഹൃതമാണ്. മരിച്ചന്ന ദിവസം കുറേ കണ്ണുനീരൊക്കെ നമ്മൾ പൊഴിച്ചില്ലേ? പിന്നീട് വല്ലപ്പോഴും ഒരിക്കലും ഓർക്കാറുണ്ടോ നമ്മുടെ സഹോദരനെ, നമ്മുടെ സഹോദരിയെ, നമ്മുടെ കുഞ്ഞുമോനെ, നമ്മുടെ കുഞ്ഞുമോളെ? പ്രിയപ്പെട്ടവരെ, എന്താണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് തിരുസഭ മാതാവിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തന്നതുമായ ഏതാനും ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ്. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഒന്നാമത് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
ഇങ്ങനെ ഒരു അനുഭവം വിശുദ്ധനായ പാതുരപ്പിയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു വേലക്കാരി പെണ്ണ് അവളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി ദുഃഖിതയായി ഒരു ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാലയത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, മരിച്ചവർക്ക് വിശുദ്ധ കുർബാനയുടെ പണം സ്വീകരിക്കുന്നു എന്ന്. അവൾ ആ കൗണ്ടറിൽ പോയിട്ട് 2 കുർബാനയ്ക്ക് പണം കെട്ടിയിട്ട് പള്ളിയുടെ കവാടം ഗേറ്റ് കടന്നു പോവുകയാണ്. ഗേറ്റിൻ്റെ അവിടുന്ന് കടന്ന് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരാൾ കൂടെ വന്നു. ചോദിച്ചു, എന്ത് പറ്റി, നീ വളരെ ദുഃഖിതയാണല്ലോ? സൗഹൃദഭാവത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എല്ലാം വിളിച്ചു പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് പോകാൻ വകയില്ല, വരൂ മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞ് നടന്ന് കുറച്ച് ദൂരെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചൂണ്ടിക്കാട്ടി കൊടുത്തു ആ വെള്ള നിറത്തിലുള്ള കെട്ടിടം, ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കുക, അവിടെ ഒരു വേലക്കാരി പെണ്ണിനെ ആവശ്യമുണ്ട്. വീടിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ ആ മനുഷ്യൻ അപ്രത്യക്ഷമായി പിന്നെ കണ്ടില്ല. ആ പെൺകുട്ടി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഒരമ്മ പുറത്തേക്ക് വന്നു. എന്തെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഇവിടെ ഒരു വേലക്കാരി പെണ്ണിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. അമ്മ ആകെ കോപാക്രാന്തയായിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു ഇവിടെ ആവശ്യമുണ്ടെന്ന്? അവൾ ആകെ അസ്തമിച്ചു പോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ താഴെ വീണു. അങ്ങനെ ദൈവമേ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആ പോർട്ടിക്കോയുടെ മുമ്പിൽ ഒരു ഫോട്ടോ, 17 വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ചുപോയ മകൻ്റെ ചിത്രമാണ്. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവൾ പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യനാണ് എൻ്റെ കൂടെ വന്നത്, ആ വ്യക്തി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. അമ്മ വീടിൻ്റെ ആ കട്ടിൽ പടിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് അവളെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇന്നു മുതൽ നീ എൻ്റെ വീട്ടിലെ വേലക്കാരി പെണ്ണല്ല, എൻ്റെ സ്വന്തം മകളാണ്. എനിക്ക് വീട്ടിലാരുമില്ല. അവളെ വീടിനകത്തേക്ക് സ്വീകരിക്കുകയാണ്. വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. 1. 2, ജപമാല ചൊല്ലി, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾ പുസ്തകമുള്ളവരെ എഴുതിയെടുക്കണം, എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. 3, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗണത്തിൽ മോക്ഷം ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ വില തീരാത്ത തിരുരക്തത്താൽ മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടൊന്ന് പോയി നോക്കിയേൻ, വലിയ അത്ഭുതം നടക്കുമെന്ന്. ഒരു കാര്യം എൻ്റെ മക്കളോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ നമ്മൾ സ്വർഗരാജ്യം എത്തിച്ചേരുവോളം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ആ വ്യക്തി പ്രാർത്ഥിക്കുമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം ശോഭനമായി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 4, ജീവിത സഹനങ്ങൾ ആത്മരക്ഷയ്ക്കായി കാഴ്ചവെക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ, കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും സമർപ്പിത ജീവിതത്തിലായാലും. വിശുദ്ധയായിരിക്കുന്ന കൊച്ചു ദേശീയ നടന്നു പോകുമ്പോൾ വരാന്തയിൽ കിടക്കുന്ന ഏതാനും കരിയിലയും കടലാസ് കഷം എടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടുമ്പോൾ 100 കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കരകയറുമെന്ന് ശുദ്ധീകരണ സ്ഥലത്തുനിന്ന്. അതാ പ്രവൃത്തിയുടെ വൈശിഷ്ട്യം കൊണ്ടാണ്, ആ പ്രവൃത്തിയുടെ മൂല്യം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് 5-ാമതായിട്ട് വിശുദ്ധ ജത്രൂദിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന. 1000 ആത്മാക്കൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കയറുമെന്ന് വിശുദ്ധയായിരിക്കുന്ന ജത്രൂദ് വെളിപ്പെടുത്തുന്നു. 6, ദാനധർമ്മം ചെയ്യുക. 7, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. 8, കുമ്പസാരിച്ച് ഉപവസിച്ച്
പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്യുക. ഈ 8 കാര്യങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്. വിശുദ്ധനായിരിക്കുന്ന പാതുരപ്പിയും വിശുദ്ധനായിരിക്കുന്ന ജോൺ വിയാനി പുണ്യവാനും വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മയും വിശുദ്ധനായിരിക്കുന്ന ചാവറ പിതാവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് പ്രത്യേകമായ ഭക്തി ഉണ്ടായിരുന്നു. മക്കളെ, പാപമുണ്ടാക്കിയ നാശത്തിന് മനുഷ്യൻ കൊടുക്കുന്ന വിലയാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് വിശ്വസിക്കുക. നമുക്ക് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ താല്പര്യത്തെക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്ക്, സഹോദരങ്ങളോടുള്ള നീരസം, മാതാപിതാക്കന്മാരോടുള്ള അനാദരവ്, വ്യഭിചാരം, വിഗ്രഹാരാധന, നന്മകൾ നഷ്ടപ്പെടുത്തി പോയ സന്ദർഭങ്ങൾ, ദൈവം വസിക്കുന്ന ആലയത്തെ നശിപ്പിക്കുന്ന പ്രവണത, ഇൻ്റർനെറ്റ് കഫേയിലൂടെ, മൊബൈൽ ഫോണിലൂടെ, ലഹരി മരുന്നുകളിലൂടെ, അശ്ലീല പുസ്തകത്തിലൂടെ, ബ്ലൂ ഫിലിമിലൂടെ, പ്രേമബന്ധങ്ങളിലൂടെ കൂദാശ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ ആ ദൈവം നിന്റെ പക്കലേക്ക് കടന്നു വരും. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിഹാരം ചെയ്യാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത്, ത്യാഗം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എല്ലാവരും ചേർന്നുകൊണ്ട് പരിഹാരം ചെയ്തിടാം കർത്താവേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകിയിടണേ. മക്കളെ, മരിച്ചുപോയവർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് പ്രിയപ്പെട്ടവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുന്നതാണ് മരണം. അവിടെ ലഘുപാപങ്ങൾ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വചനം പറയുന്നു, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ സാധ്യമല്ല. നമ്മുടെ കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹങ്കാരം, ഇത് മൂലമായി മരിച്ചു പോയിട്ടുള്ളവർ ഉണ്ടാകാം. അവരെ പൂർണ്ണമായും പരിഹാരം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം. അത് നമ്മുടെ കടമയാണ്. സമരസഭയിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ കടമയാണ്. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പാപ പരിഹാരം ചെയ്യുവാൻ നീ ഞങ്ങളെ വിളിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, വചനം പറയുന്നു, ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം. മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. യേശുവിൻ്റെ ചിറകിൻ്റെ തണലിലേക്ക് കടന്നു വരാൻ ഇത് അവർക്ക് സാധ്യമല്ല. നമ്മുടെ പാപ പരിഹാര പ്രവൃത്തികളിലൂടെ അത് സാധ്യമാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതകാലത്ത് സാത്താൻ സേവയ്ക്ക് പോയിട്ടുള്ളവർ, ശത്രു സംഹാരത്തിന് പോയിട്ടുള്ളവർ, മന്ത്രച്ചരട് കെട്ടിയിട്ടുള്ളവർ, ഒരുപക്ഷെ വീട്ടിലും മുറ്റത്തും കടകളിലും പറമ്പിലുമൊക്കെ തകിടുകൾ കുഴിച്ചിട്ടിട്ടുള്ളവർ, ഇതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ കരട് ഉള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ കിടക്കുന്ന മക്കളുണ്ടാകും. 2 കരങ്ങൾ ഉയർത്താം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിഹാരം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ വിളിക്കാം. യേശുവേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകാൻ സഹോദര, സഹോദരി, ഈശോ നമ്മയാണ് വിളിക്കുന്നത്. വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്.
അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ഉടമ്പടി വിസ്മരിക്കുകയോ ചെയ്യുകയില്ല. ഒരുപക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലേ? നമ്മളോട് ഒരുപക്ഷെ അരിശം, കോപം നമ്മളോട് കാണിച്ചിട്ടുണ്ടാകാം അല്ലേ? നമ്മെ വഞ്ചിച്ചു എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം, വഞ്ചന കാണിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ക്ഷമിക്കാൻ പറ്റാതെയായിരിക്കാം അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുള്ളവര്. മറ്റുള്ളവരെ ഒരു നോക്കി കാണുവാനോ സഹായിക്കാനോ പറ്റാതെയായിരിക്കും പോയിട്ടുള്ളവര്. ഒരു പക്ഷേ മറ്റുള്ളവർ തകർച്ചയിൽ സന്തോഷിച്ചിട്ടുള്ളവരായിരിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണം. രണ്ട് കരം ഉയർത്താം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുഃഖം കൊണ്ട് അവർക്ക് വന്നുപോയ കുറവുകൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യാൻ കർത്താവേ, ആത്മാക്കൾക്ക് ആശ്വാസം കൊടുത്ത് അവരെ രക്ഷിക്കണമേ യേശുവേ. സങ്കീർത്തനം 17 വാക്യം. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. ഒരുപക്ഷെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളവരുണ്ടാകാം. അപകർഷതാബോധം കൊണ്ട് പലതും അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകാം. ഭയപ്പെട്ട് ഓടിപ്പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ തനിക്കോ മറ്റുള്ളവർക്കോ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം. പകർച്ചവ്യാധികളെ ഭയപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം. മാനസിക രോഗം വരുമെന്ന് ഭയപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് കരമുയർത്താം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരമുയർത്താം. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കരകയറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപ പരിഹാരം ചെയ്ത കർത്താവേ, ആത്മരക്ഷ അവർക്കെല്ലാവർക്കും സംജാതമായി തീരട്ടെ. ആത്മരക്ഷ എല്ലാവർക്കും സംജാതമായി തീരട്ടെ. കരങ്ങൾ ഉയർത്തിന്ന് വിളിച്ച മക്കളെ, യേശുവേ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, യേശുവേ. യേശുവേ, അവിടെ ശരീരത്തിൻ്റെ പ്രകൃതി കൊണ്ട് അലസമായിട്ടുള്ളവരുണ്ടാകാം. കടമ നിർവഹിക്കാതെ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞിട്ടുള്ളവരുണ്ടാകാം. ഉന്മേഷക്കുറവ് പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ടാകാം. പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ടാകാം. മദ്യപിച്ചിട്ടുണ്ടാകാം. പുകവലിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ ആർഭാടമായ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം. ലൈംഗികമായ തിന്മകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകാം. ഇൻ്റർനെറ്റുകൾക്കും മൊബൈൽ ഫോണിനുമൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടാകാം. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്രയോ വലുതാണ്. മക്കളെ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവർക്കൊക്കെ വേണ്ടി പരിഹാരം ചെയ്യാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തി കഥാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. മകളെ, സന്തോഷത്തോടെ കഥാനെ വിളിക്കുക, ദാഹത്തോടെ വിളിക്കുക. സ്വരമുയർത്തി വിളിക്കട്ടെ. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവത്തിന്റെ വലിയ അഭിഷേകം തരണമേ. കർത്താവ്, എല്ലാ മരിച്ച വിശ്വാസികളോട് കരുണയായിരിക്കണമേ. കർത്താവിന്റെ അഭിഷേകം മക്കളിലേക്ക് കടന്ന വിശദീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. ദൈവത്തിന്റെ വലിയ കരുണ മക്കളിലേക്ക് ഉണ്ടാക്കണമേ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് ദൈവത്തിന്റെ വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കരുണയായിരിക്കണമേ കർത്താവേ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.